إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നാം ഏവരെയും അവന്റെ മുത്തഖികളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നമ്മുടെ വീഴ്ചകൾ അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട്, വിട്ടുവീഴ്ച കൊണ്ട് നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിവിധ ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ച് ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ, അള്ളാഹു ആ ഖബറിടങ്ങൾ വിശാലമാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ ഏറെ ജനനിബിഡമായ ഒരു സദസ്സിൽ ആളുകളൊക്കെയും അവരുടെ പ്രിയപ്പെട്ട പ്രമുഖനായ ഒരു പ്രഭാഷകനെ കാത്തിരിക്കുകയാണ്. ഏറെ നേരത്തെ പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പിനൊടുവിൽ ആ വ്യക്തി സദസ്സിൽ വന്നെത്തി. ആളുകളൊക്കെയും അങ്ങേയറ്റം ആവേശഭരിതരായി. കാരണം ഒരുപാട് നേരമായി ഈ വ്യക്തിയുടെ മുഖ്യ പ്രഭാഷണം കേൾക്കാനാണ് അവരൊക്കെയും അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആ വ്യക്തി സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. എന്നാൽ ഏതാനും മിനിറ്റുകൾ മാത്രം ആളുകൾക്കൊന്നും അത്ര മനസ്സിലാകാത്ത രൂപത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ആ വ്യക്തി പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായ ചില തിരക്കുകളുള്ളതുകൊണ്ട്
ഇന്നിതിപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ പിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകളിലൊക്കെ അങ്ങേയറ്റത്തെ നിരാശയാണ് അതുണ്ടാക്കിയത്. കാരണം എത്ര നേരമാണ് അവരൊക്കെയും ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ചിവിടെ കാത്തിരുന്നത്. പക്ഷെ അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വന്നത്. സ്വാഭാവികമായും ആ സദസ്സിലുള്ള ഏതൊരു വ്യക്തിയോടും ആ മനുഷ്യനെ കുറിച്ച്, ആ പ്രഭാഷകനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായും അവരൊക്കെ പറയുക, ഞങ്ങളുടെ സമയത്തിനോ ഞങ്ങളുടെ സാന്നിധ്യത്തിനോ യാതൊരു വിലയും നിലയും കൽപ്പിക്കാത്ത അഹങ്കാരിയായ, അങ്ങേയറ്റം ധാർഷ്ട്യതയുള്ള ഒരു ദുഷ്ടനായ മനുഷ്യനാണ് അയാൾ എന്നായിരിക്കും തീർച്ചയായും സാധാരണക്കാരായ മനുഷ്യരൊക്കെയും അതിന് മറുപടി പറയുക. ഇനി ആ വന്നിരിക്കുന്ന മനുഷ്യൻ അത്ര പ്രമുഖരൊന്നുമല്ലെങ്കിൽ, അത്ര പ്രസിദ്ധനൊന്നുമല്ലെങ്കിൽ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. നാം ആലോചിച്ചു നോക്കേണ്ടത്, ഈ സാങ്കല്പിക കഥയിൽ ആ പ്രഭാഷകൻ കാണിച്ച അഹങ്കാരത്തെക്കാൾ, ആ നന്ദികേടിനേക്കാൾ ഭയാനകരമായ നന്ദികേടും അഹങ്കാരവുമാണ് സത്യത്തിൽ ഓരോ ദിവസവും നമസ്കാരത്തിൽ നാം അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് അവനുമായി സംസാരിക്കാൻ, അവനുമായി സംവദിക്കാൻ, അവന് മുന്നിൽ സാഷ്ടാംഗം നമിക്കാനുള്ള വലിയൊരു മഹാഭാഗ്യം നമുക്ക് നൽകുകയാണ്. പക്ഷേ പലപ്പോഴും അതിനേക്കാൾ പ്രാധാന്യതയാണ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെയും. ചിലപ്പോഴൊക്കെ വളരെ ധൃതിയിൽ അത് നിർവഹിച്ച് ഇതിനേക്കാൾ പ്രാധാന്യതയുള്ള, ഇതിനേക്കാൾ എനിക്ക് ഞാൻ പ്രാധാന്യത കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ള മട്ടില് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകും. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി ഇബ്രാഹിമി മില്ലത്തിൽ നമസ്കാരത്തിനുള്ള പ്രാധാന്യതയെക്കുറിച്ച്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ദൌത്യത്തിൽ എത്രമാത്രം പ്രാധാന്യതയായിരുന്നു, സ്ഥാനമായിരുന്നു, പ്രാമുഖ്യമായിരുന്നു അദ്ദേഹം നമസ്കാരത്തിന് നൽകിയിരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമല്ല, പ്രവാചകന്മാരൊക്കെയും അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യത കൽപ്പിച്ചിരുന്ന, വലിയ ഗൗരവം നൽകിയിരുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിന്റെ മുന്നിലുള്ള സ്വലാത്ത് അഥവാ നമസ്കാരം എന്നുള്ളത്. സൂറ മറിയമിൽ വിവിധ പ്രവാചകന്മാരെക്കുറിച്ച് പ്രതിപാദിച്ചതിനു ശേഷം സുദീർഘമായ 58-ാമത്തെ ആയത്തിൽ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ മിൻ ദുർരിയത്തി ആദം വമൻ ഹമൽനാ മഅ നൂഹിൻ എന്ന് തുടങ്ങി ആദം അലൈഹിസ്സലാമയുടെയും നൂഹ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും യാക്കൂബ് നബിയുടെയും എല്ലാം സന്താന പരമ്പരയിൽപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹു തെരഞ്ഞെടുത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ ചില പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. അവരൊക്കെയും അങ്ങേറ്റം അനുഗ്രഹീതരാണെന്ന് പറഞ്ഞതിന് തൊട്ടുടനെ ആ പ്രവാചകന്മാരുടെ മാതൃക സ്വീകരിക്കാത്ത ചില ആളുകളെ അതിശക്തമായിട്ട് അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. അതിലൊന്നാമതായി അവർ ചെയ്ത പാതകമായിട്ട് ഖുർആൻ എണ്ണിയത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഈ പ്രവാചകന്മാരെ തുടർന്നുകൊണ്ട് അവരുടെ പിന്മുറക്കാരായ ചില ആളുകൾ വന്നു. അവർ ചെയ്ത ഒന്നാമത്തെ പാതകം അള്ളാഹുസ്സലാ, അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. അവർ നമസ്കാരത്തിന് യാതൊരുവിധ സ്ഥാനവും ജീവിതത്തിൽ കൽപ്പിച്ചില്ല. അള്ളാഹുസ്സലാ, ആ കാരണമാണ് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത്. മറുഭാഗത്ത് വിജയികളായ ആളുകളെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെയും അല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂനെന്നും അല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂനെന്നും എല്ലാം അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അവർ അവരുടെ നമസ്കാരത്തെ പരിചരിക്കുന്നവരായിരുന്നു, അതിനെ സംരക്ഷിക്കുന്നവരായിരുന്നു, അതിനെ പോറ്റുന്നവരായിരുന്നു, അതിനെ യാതൊരുവിധ പോറലും ഏൽക്കാതെ കാത്തുസൂക്ഷിക്കുന്നവരായിരുന്നു എന്നൊക്കെ ഖുർആൻ പറയാണ്. വിജയികളെക്കുറിച്ച്, പരാജിതരെക്കുറിച്ച് നമസ്കാരം പാഴാക്കിയവരാണ്. വിജയികളായ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ നമസ്കരിക്കുന്നവരായിരുന്നു എന്നുള്ളതല്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്നാണ്. അവർ നമസ്കരിക്കുക മാത്രമല്ല, അവർ നമസ്കാരത്തിൽ അങ്ങേയറ്റം ഭയഭക്തിയുള്ളവരായിരുന്നു, അങ്ങേയറ്റം ഖുശൂ ഉള്ളവരായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഈ ഖുശൂ നമ്മുടെ നമസ്കാരത്തിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ നമസ്കാരം അങ്ങേയറ്റം വരണ്ടുണങ്ങിയ, ആത്മാവില്ലാത്ത ഒരു കർമ്മമായിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സഹാബിയാണ്, ഒരുപാട് കാലം ജീവിച്ച സഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്,
അവ്വലു മാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ, ഈ ഉമ്മത്തിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് ഉയർത്തപ്പെടുക ഖുശൂ ആയിരിക്കും, ഭയഭക്തി ആയിരിക്കും എന്നുള്ളതാണ്. ആരാധനകളൊക്കെ അവിടെ ഉണ്ടാകും, ഇബാദത്തുകളുടെയൊക്കെ രൂപങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാമ്പായ, അതിന്റെ മർമ്മമായ ഖുശൂ ഉയർത്തപ്പെടും എന്ന് അദ്ദേഹം പറയുകയാണ്. പള്ളിയിൽ നിരവധി ആളുകളെ കാണാൻ കഴിയും, പക്ഷേ ലാ തറാഫിഹ ഖാശിയാൻ, ഒരാളെ പോലും ഖുശൂ ഉള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വളരെ പ്രസിദ്ധനായ ഒരു മഹാനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നിരവധി മാർഗങ്ങൾ പരീക്ഷിച്ചു നോക്കി, നിരവധി ആരാധനാ കർമ്മങ്ങൾ പരീക്ഷിച്ചു നോക്കി. പക്ഷേ എല്ലാം തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്, തിക്കും തിരക്കുമാണ്. എല്ലായിടങ്ങളിലും ആളുകൾ തിരകെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെയും ആ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഹത്താ ജിഅ്തു ബാബ ദുല്ലി വൽ ഇഫ്തിഖാർ, അങ്ങേയറ്റത്തെ താഴ്മയുടെയും വിധേയത്വത്തിന്റെയും വിനയത്തിന്റെയും പാത നമ്മൾ സ്വീകരിച്ചപ്പോഴേ ഫൈദാ ഹുവ അഖറബു ബാബിൻ ഇലൈഹി വ ഔസഉഹു, അത് അല്ലാഹുവിലേക്ക് എത്താൻ ഏറ്റവും അടുത്ത വാതിലാണ് എന്ന് മാത്രമല്ല, അവിടെ തിരക്കൊഴിഞ്ഞു കിടക്കുന്നു, അവിടെ ആളുകൾ ആരുമില്ല. ഈ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ ഖുശൂഅോടുകൂടി, താഴ്മയോടുകൂടി, വിധേയത്വത്തോടുകൂടി, വിനയത്തോടുകൂടി, അടിമത്തത്തോടുകൂടി, അടിമത്ത മനോഭാവത്തോടുകൂടി അത് നിർവഹിക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി അത് നിർവഹിക്കുന്ന ആളുകൾ, അത് അങ്ങേയറ്റം വിരളമാണ് എന്നാണ് ആ മഹാന്മാർ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ നമസ്കാരത്തിൽ ഖുശൂഅ് വീണ്ടെടുക്കാൻ മഹാന്മാരായ ആളുകൾ, പ്രവാചകൻ, സഹാബാക്കൾ, അവരെ പിന്തുടർന്ന ആളുകളൊക്കെ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാൻ ആ ഖുശൂഅ് എങ്ങനെ നേടിയെടുക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഖുശൂഅ് നേടിയെടുക്കാൻ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഹുദൂറുൽ ഖൽബ് അഥവാ ഹൃദയ സാന്നിധ്യതയാണ്. ഹൃദയ സാന്നിധ്യം നമുക്ക് നമസ്കാരത്തിലേക്ക് എന്നല്ല നമ്മുടെ ഏത് കർമ്മങ്ങളിലേക്കും കൊണ്ടുവരാൻ കഴിയണം. നമ്മുടെ നമസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സത്യത്തിൽ അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. ആ നമസ്കാരം ജീവനില്ലാത്ത നമസ്കാരമായിട്ട് മാറി. നമ്മുടെ വസ്ത്രം സത്യത്തിൽ നമ്മുടെ കൂടെ ആ നമസ്കാരത്തിലുണ്ട്, പക്ഷെ എന്ന് കരുതി ആ വസ്ത്രം നമസ്കരിച്ചു എന്ന് നമ്മൾ പറയാറില്ല. എന്നതുപോലെ നമ്മുടെ നമസ്കാരം യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു നമസ്കാരമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നേട്ടം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. ഹൃദയ സാന്നിധ്യമില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പള്ളിയിലുള്ള തൂണിനും തുരുമ്പിനും നമ്മളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. കാരണം അത് നമ്മേക്കാൾ കൂടുതൽ സമയം ഈ പള്ളിയിൽ ചെലവഴിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയ സാന്നിധ്യമാണ് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങളെ വിലമതിപ്പുള്ളതാക്കി മാറ്റുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മസലുല്ലദീ യസ്കുറു റബ്ബഹു വല്ലദീ ലാ യസ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അല്ലാഹുവിനെ ഓർക്കുന്നവനും അല്ലാഹുവിന്റെ സ്മരണ ജീവിതത്തിൽ നിലനിർത്തുന്നവരും അത് നിലനിർത്താത്തവരും തമ്മിലുള്ള അന്തരം മരിച്ചവരും ജീവിക്കുന്നവരും തമ്മിലുള്ള അന്തരമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഈ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ ദിക്ർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവെ കുറിച്ചുള്ള സ്മരണ ഇല്ലാതായി കഴിഞ്ഞാൽ, ആ ഖുശൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനസ്സാന്നിധ്യം ഹൃദയ സാന്നിധ്യവും ഇല്ലാതായി കഴിഞ്ഞാൽ സത്യത്തിൽ അത് നമസ്കരിക്കാത്തതുപോലെയാണ്. അതല്ലെങ്കിൽ അതിന്റെ ഒരു തൊണ്ട്, അതിന്റെ ആ ബാഹ്യ രൂപം മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു ഭയാനകമായ യാഥാർത്ഥ്യം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇദാ സലുഹൽ ജസദു കുല്ലു, ഹൃദയം നന്നായി കഴിഞ്ഞാൽ ബാക്കി അവയവങ്ങളൊക്കെ നന്നാവുന്നതാണ്. നമ്മുടെ നമസ്കാരം ശരിയാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ശരിയാകേണ്ടത് ആ ഹൃദയത്തിലുള്ള നമസ്കാരത്തിന് ഹൃദയത്തിലുള്ള സ്ഥാനമാണ് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്. അഖീമിസ് സ്വലാത്ത ലിദിക്രി എന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ നിങ്ങൾ നമസ്കരിക്കുക. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഒരു കർമ്മമാണ് സത്യത്തിൽ നമസ്കാരം എന്നുള്ളത്. അതൊരു പവർ സ്റ്റേഷനാണ്. ആ നമസ്കാരത്തിനകത്ത് തന്നെ നമുക്ക് ദിക്റില്ലാതായി പോയി കഴിഞ്ഞാൽ, ആ നമസ്കാരത്തിനകത്ത് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിൽ അള്ളാഹുവിന്റെ ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണ നമുക്ക് നിലനിർത്താൻ കഴിയുക? മുനാഫിഖുകളായ ആളുകളെ പറ്റി പോലും ഖുർആൻ പറഞ്ഞത് ലാ യസ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലൻ, അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ കുറച്ചു മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിനകത്ത് ദിക്ർ നഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ അധപ്പതനം നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല. ജീവിതത്തിൽ മറ്റൊരു മേഖലയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയില്ല. നമസ്കാരത്തിലുള്ള അള്ളാഹുവിന്റെ ബന്ധം നമുക്ക് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ മറ്റേത് മേഖലയിലാണ് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക? അതുകൊണ്ട് ആ നമസ്കാരം നന്നായാൽ മാത്രമാണ് നമ്മുടെ മേഖലയിലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അള്ളാഹുവിന്റെ ദിക്ർ നമുക്ക് നിലനിർത്താൻ സാധിക്കുക.
നമസ്കാരത്തെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ നമസ്കാരത്തിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം നമ്മുടെ ഹൃദയത്തിന് സാന്നിധ്യമുണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹു ഒരു അടിമക്ക് മുഴുവൻ പ്രതിഫലവും തയ്യാറാക്കി വെക്കും. പരിപൂർണമായിട്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം മൊത്തം അയാൾക്ക് വേണ്ടി തയ്യാറാക്കും. എന്നാൽ നമസ്കരിച്ച് അയാൾ പിരിഞ്ഞു പോകുമ്പോൾ ചില ആളുകൾക്ക് ഒമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി 10-1 മാത്രമായിരിക്കും ഒരാൾക്ക് ലഭിക്കുക. ചില ആളുകൾക്ക് തുസ്ഉഹ 9-1 മാത്രമായിരിക്കും. മറ്റു ചിലർക്ക് 8-1, 7-1, 6-1, 5-1, അങ്ങനെ 3-1 ചില ആളുകൾക്ക് ലഭിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അഥവാ 10-1 ഒരാൾക്ക് ലഭിക്കുന്നത്. അതിനർത്ഥം 100 മാർക്കിൽ വെറും 10 മാർക്ക് മാത്രമാണ് നമ്മുടെ നമസ്കാരത്തിന് എന്നുള്ളതാണ്. ഒരാൾക്ക് 5-1 ലഭിച്ചാൽ പോലും വെറും 20 മാർക്ക് മാത്രമേ നമസ്കാരത്തിലെ ആൾക്ക് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുള്ളൂ. ഒരാൾക്ക് 3-1 ലഭിച്ചാൽ പോലും വെറും 33 മാർക്കാണ് 100 മാർക്കിൽ അയാൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഓരോ നമസ്കാരത്തിന് ശേഷവും ആ നമസ്കാരത്തിന്റെ റിസൾട്ട് നമ്മുടെ കൈകളിലേക്ക് സത്യത്തിൽ വരുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? എത്ര ശതമാനമായിരിക്കും നമ്മുടെ നമസ്കാരത്തിന്റെ സ്വീകാര്യത? നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ നമസ്കാരത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. വലിക്കുല്ലിൻ ദറജാത്തും മിമ്മാ അമിലു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈസ മിൻ സ്വലാത്തിക ഇല്ലാ മാ അഖൽത മിൻഹാ. നിന്റെ നമസ്കാരത്തിൽ നിനക്കുള്ള ഭാഗതയും എന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളമാണ് നീ ഹൃദയ സാന്നിധ്യത്തോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി ഉണ്ടായത്, ആ ശതമാനം മാത്രമേ നീ നമസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പരിപൂർണമായ ഹൃദയ സാന്നിധ്യത നമുക്ക് കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു തന്നെയും നമസ്കാരത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ ആ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെയും ഈ ഹൃദയ സാന്നിധ്യത്തിന് വിലങ്ങുതടിയാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുഖാറ. മദ്യം പരിപൂർണമായിട്ട് നിരോധിക്കപ്പെടുന്നതിന് മുന്നേ അവതരിച്ച ആയത്താണത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത്, നിങ്ങൾ ലഹരി ബാധിച്ചവരായി പൂർണ്ണ ബോധമില്ലാത്തവരായി നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് അല്ലാഹു പറയാണ്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നമസ്കരിക്കരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. ഒരുപക്ഷെ നാം മദ്യത്തിന്റെ ലഹരിയിലല്ലെങ്കിലും മറ്റു പല ലഹരിയിലുമാണ് നമസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ഹൃദയം മറ്റെവിടെയോ ആണ്, നമ്മുടെ മനസ്സ് മറ്റു പല ഇടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നമസ്കാരത്തെ സമീപിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ സ്വലാത്ത ബി ഹദ്റത്തി ത്വാം. ഭക്ഷണം, ഒരാൾ വിശന്നിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ ഭക്ഷണമുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ അയാൾ നമസ്കരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അയാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമസ്കരിച്ചാൽ മതി. എന്തുകൊണ്ടാണത്? അങ്ങനെ അയാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ മനസ്സിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരാം. പെട്ടെന്ന് ധൃതിപ്പെട്ട് നമസ്കാരം പൂർത്തിയാക്കി ഭക്ഷണം കഴിക്കാൻ അയാൾ ധൃതി കൂട്ടിയേക്കാം. അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നമസ്കരിച്ചാൽ മതി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. കാരണം അത് ഹൃദയ സാന്നിധ്യത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഒരാൾക്ക് മലമൂത്ര വിസർജനം നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമസ്കരിക്കരുത്. ആ സമയത്തുള്ള നമസ്കാരത്തെ അല്ലാഹുവിന്റെ റസൂൽ വിലക്കുകയാണ്. കാരണം എന്താണ്? ആ സമയത്ത് നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരിക്കലും മനസ്സാന്നിധ്യം ലഭിക്കുകയില്ല. ധൃതിപ്പെട്ട് നിസ്കരിച്ച് ആ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു ത്വരയായിരിക്കും നമ്മളുണ്ടാവുക. അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കൽപ്പിക്കുകയാണ്. എത്രത്തോളം എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇദാ നഅസ അഹദുക്കും വഹുവ യുസല്ലി ഫൽയർഖുദ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണത്. ഇദാ നഅസ അഹദുക്കും ഫൽയർഖുദ്. നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉറക്കു തൂങ്ങിപ്പോവുകയാണെങ്കിൽ ഫൽയർഖുദ്, അയാൾ നമസ്കാരം ഉപേക്ഷിച്ച് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. എന്നിട്ട് ഹത്താ യദ്ഹബ അൻഹുൻ നൗം, ആ ഉറക്ക് പൂർണ്ണമായതിനു ശേഷം അയാൾ വന്ന് നമസ്കരിക്കട്ടെ. ഇപ്പൊ ഈ ഹൃദയ സാന്നിധ്യത്തിന് എത്ര വലിയ പ്രാധാന്യതയുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായിട്ട് നിർവഹിക്കേണ്ട ചില കാട്ടിക്കൂട്ടലുകളല്ല, അവയവങ്ങൾ കൊണ്ട് നമ്മൾ നടത്തേണ്ട ഒരു കസറത്തല്ല, അതിന് ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചപ്പോൾ 2 തൂണുകൾക്കിടയിൽ രണ്ട് കയറുകൾ കാണുകയാണ്. അപ്പൊ റസൂൽ ചോദിച്ചു, ഇതെന്താണ് ഈ കയർ എന്ന് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, അത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയറുകളാണ്.
രാത്രി ദീർഘമായിട്ട് നമസ്കരിക്കുമ്പോൾ അവർക്ക് ക്ഷീണം വരുമ്പോൾ ഉറക്ക് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുല്ലു, അത് നിങ്ങൾ അഴിച്ചു മാറ്റുക. ലയുസല്ലി അഹദുക്കും നശാതഹു, അങ്ങേറ്റം ഉന്മേഷവാന്മാരായിരിക്കുമ്പോഴാണ്, ഉണർവോടുകൂടി ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നമസ്കരിക്കുന്നുണ്ട്. അഥവാ ആ ഉന്മേഷം ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഉറക്ക് വന്നു കഴിഞ്ഞാൽ ഫല്യർഖുദ്, അയാൾ കിടന്നുറങ്ങാണ് വേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. ഇതൊക്കെയും പറഞ്ഞു വെക്കുന്നത്, ഈ ഹദീസുകളൊക്കെയും ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാഹ്യമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതല്ല. അതിനപ്പുറത്തേക്ക് ഹൃദയ സാന്നിധ്യം തീർച്ചയായിട്ടും നമസ്കാരത്തിലുടനീളം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ്. അതിന് നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മുതൽക്ക് തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമം ആരംഭിക്കണം. വുളു എടുക്കുമ്പോൾ തന്നെ ഞാൻ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടി തയ്യാറാവുകയാണ് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നു, പടച്ചവനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ ഏർപ്പെടാൻ പോവാണ്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ സ്നാനം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുളിച്ചൊരുങ്ങും, നല്ല വസ്ത്രങ്ങൾ അണിയും. ഈ രൂപത്തിൽ നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ മനസ്സിൽ ആ ഒരു ഗാംഭീര്യത കൊണ്ടുവന്ന് വുളു എടുക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തവല്ല ഫഅഹ്സനൽ വുളു, ആരെങ്കിലും വുളു എടുത്തു, വെറും വുളു എടുക്കലല്ല, ഫഅഹ്സനൽ വുളു, ആ വുളു ഇഹ്സാനോടുകൂടി ഏറ്റവും നന്നായി എടുത്തു, അതിനുശേഷം പരിപൂർണമായ രൂപത്തിൽ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കും, അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. പ്രവാചകൻ നമസ്കാരത്തെക്കുറിച്ച് പറയാൻ ഇവിടെ തുടങ്ങിയത് വുളുഇൽ നിന്നാണ്. ഇഹ്സാനോടുകൂടി വുളു എടുത്ത് വേണം നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ. അവിടെ മുതൽക്ക് നമ്മുടെ മനസ്സ് നിറയെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളായിരിക്കണം, ചിന്തകളായിരിക്കണം. അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റഹിമഹുല്ലാ, അദ്ദേഹം സൈനുൽ ആബിദീൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പറ്റി പറയപ്പെടാറുണ്ട്, അദ്ദേഹം വുളു എടുക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിവർണമാകുമായിരുന്നു. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, സാധാരണ നമസ്കാരത്തിൽ ആളുകൾ ഇങ്ങനെ ഭയപ്പെടാറുണ്ട്, പക്ഷെ വുളു എടുക്കുമ്പോൾ ഭയപ്പെടുന്ന ആളുകൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനാണ് വുളു എടുക്കുമ്പോൾ അങ്ങയുടെ മുഖം ഈ രൂപത്തിൽ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്കറിയില്ല, അതദറൂന ബൈന യദൈ മൻ സഅഖിഫുൽ ആൻ, ആരുടെ മുന്നിൽ ചെന്നാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു മനസാന്നിധ്യത്തോടു കൂടി നമ്മൾക്ക് വുളു എടുക്കാൻ കഴിയണം. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അലങ്കാരം അണിയുക എന്ന് അല്ലാഹു ഖുർആനിലൂടെ നമ്മൾ കൽപ്പിക്കുകയാണ്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല തയ്യാറെടുപ്പോടുകൂടി നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകാൻ നമുക്ക് കഴിയണം. നാഫി റഹിമഹുല്ലാ ഒരിക്കൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിരീക്ഷിച്ചു. ആ സമയത്ത് വീട്ടിനകത്ത് ധരിക്കുന്ന ഒരു വസ്ത്രവുമായിട്ടായിരുന്നു അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരുന്നത്. അത് നമസ്കാരത്തിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു സന്ദേശം തരികയും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അത് കൊടുക്കണം എന്ന് പറയുകയും ചെയ്താൽ ഈ വസ്ത്രമായിട്ട് തന്നെ നീ പോവോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ഈ വസ്ത്രമായിട്ട് ഞാൻ പോവില്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വല്ലാഹു അഹഖു അൻ യതജമ്മല ലഹു മിനൻ നാസ്, അല്ലാഹു ഇതിനേക്കാൾ നിന്നിൽ നിന്ന് അർഹിക്കുന്നുണ്ട്, മനുഷ്യരെക്കാൾ കൂടുതൽ നല്ല വസ്ത്രം അണിയുക എന്നുള്ളത് അള്ളാഹു അർഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. കാരണം നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിൽ, ആ റബ്ബിന്റെ മുന്നിൽ സംഭാഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ മുന്നിൽ നീ ധരിക്കാൻ മടിക്കുന്ന വസ്ത്രവുമായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നീ നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നാഫി റഹിമഹുല്ലയെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് തിരുത്തുന്നുണ്ട്. നമസ്കാരത്തിന്റെ ഓരോ അനക്കങ്ങളെക്കുറിച്ചും ഓരോ അടക്കങ്ങളെക്കുറിച്ചും അതിൽ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ അനക്കങ്ങളിലും അയാൾക്ക് വലിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സത്യത്തിൽ ഈ ലോകത്തുള്ള സകലതിനെയും നമ്മൾ പിന്നിലേക്കാക്കാണ്. അതുവരെ ഉണ്ടായ ഭൗതികമായ ചിന്തകൾ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആലോചനകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആലോചനകൾ, നമ്മുടെ കച്ചവട കാര്യങ്ങൾ, നമ്മുടെ ഭാവി, നമ്മുടെ ഭൂതം, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാണ്. അല്ലാഹു അക്ബർ, ഇനി അല്ലാഹു മാത്രമേ എന്റെ മുന്നിലുള്ളൂ, അല്ലാഹുവെക്കുറിച്ചുള്ള ആലോചനകൾ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിലേക്ക് എന്റെ ഹൃദയം ചുരുങ്ങണം, അല്ലാഹുവുമായിട്ട് ഹൃദയം ബന്ധിക്കപ്പെടണം. അതിന് മറ്റു ചില ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഹൃദയം ആദ്യം മോചിപ്പിക്കണം. പടച്ചവനുമായിട്ട് നമ്മുടെ ഹൃദയം കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ആ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ് വുളൂഇലൂടെ, ഇഹ്സാനോടുകൂടിയുള്ള വുളൂഇലൂടെ, നമസ്കാരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലൂടെയൊക്കെ സത്യത്തിൽ നമ്മൾ നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. സുലത്ത് എന്നാൽ സുലത്തിൽ നിന്നാണ് സലാത്ത്, നമസ്കാരം എന്ന പദം പോലും ഉത്ഭവിച്ചിരിക്കുന്നത്. സുലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കണക്ഷൻ
കണക്ഷൻ എന്നുള്ളതാണ്. അള്ളാഹുവിനുമായിട്ട് നമുക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു കണക്ഷൻ രൂപപ്പെടേണ്ടത് ഈ നമസ്കാരത്തിൽ വെച്ചാണ്. അതിന് മറ്റെല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ, അള്ളാഹു മാത്രമാണ് എന്റെ മുന്നിൽ ഉള്ളത് എന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ നമസ്കാരത്തിലെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഖിയാമാണ്, നൃത്തമാണ്. 2 ഖിയാമുകൾ മാത്രമേ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കുള്ളൂ. ഒന്ന് നമസ്കാരത്തിലുള്ള ഖിയാമാണ്, മറ്റൊന്ന് പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിലുള്ള ഖിയാമാണ്. അതുകൊണ്ടാണ് യൗമുൽ ഖിയാമ എന്നാണ് അന്ത്യനാളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൗമുൽ ഖിയാമ, നൃത്തത്തിന്റെ ദിവസം. അള്ളാഹുവിന്റെ മുന്നിലുള്ള ഒരു ഖിയാം നമുക്കിനി വരാനുണ്ട്. ആ ഖിയാമിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഖിയാമിൽ നിൽക്കേണ്ടത്. വഖൂമു ലില്ലാഹി ഖാനിതീൻ, അങ്ങേറ്റത്തെ ഭയഭക്തിയോടുകൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക എന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് റുക്കൂ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ കുറിക്കാൻ റുക്കൂ ഉപയോഗിക്കുന്നുണ്ട്. വർക്കഊ മഅർ റാക്കിഈൻ, നിങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ റുക്കൂ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചെന്ന് റുക്കൂ ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത്രമാത്രം നമസ്കാരത്തിൽ റുക്കൂവിന് സ്ഥാനമുണ്ട്. റക്കാത്ത് പോലും ഉത്ഭവിച്ചിരിക്കുന്നത് റുക്കൂവിൽ നിന്നാണ്. ഒരാൾക്ക് റുക്കൂ ലഭിച്ചാൽ അയാൾക്ക് റക്കാത്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ റുക്കൂ അത്രമാത്രം പ്രാധാന്യതയുള്ള ഒരു കാര്യമാണ്. ആ റുക്കൂവിന് ശേഷം നമ്മൾ വീണ്ടും ഇഅ്തിദാലിലേക്ക് തിരികെ വരാണ്. ഇഅ്തിദാൽ എന്നുള്ളത് അത് പുതിയ ഒരു കർമ്മമല്ല, പുതിയൊരു മൂവ്മെന്റ് അല്ല. അത് സത്യത്തിൽ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിന് വേണ്ടി, മുഹൂർത്തത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ റുക്കൂവിൽ നിന്ന് തിരികെ വരാണ്. നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആ നെറ്റിത്തളം ഏറ്റവും താഴ്ന്ന ഇടത്തേക്ക് നമ്മൾ വെക്കാൻ പോവാണ്. ഭൂമിയിൽ നമുക്ക് താവാൻ പറ്റുന്നിടത്തോളം നമ്മൾ വിനയത്തോടുകൂടി, നമ്മൾ വിനയാന്വിതരായി, നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നിലായി നിൽക്കാൻ പോവാണ്. സുജൂദിലേക്ക് പോവാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പോണം നമ്മൾ ഇഅ്തിദാലിലേക്ക് തിരികെ വരാണ്. ശേഷം സുജൂദിലേക്ക് പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, അതാണ് റബ്ബുമായിട്ടൊരു മനുഷ്യൻ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം. ഒരാൾ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹുവുമായിട്ട് ഒരാൾ ഏറ്റവും അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ആ സമയത്ത് ദുആ അധികരിപ്പിക്കട്ടെ എന്ന് പറയുന്നതായിട്ട് കാണാം. ഉർവ ബിൻ സുബൈർ, അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഉർവ. അദ്ദേഹം നമസ്കാരത്തിൽ അങ്ങേറ്റം അറിയപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കാലിൽ ഒരിക്കൽ വലിയ രോഗം ബാധിച്ചു. വൈദ്യന്മാരൊക്കെയും അതുകൊണ്ട് ആ കാല് പാദം വെട്ടിമാറ്റണം എന്ന് വിധി എഴുതുകയാണ്. ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് മദ്യമായിരുന്നു ആളുകൾ കൊടുത്തിരുന്നത്. അങ്ങനെ ലഹരി ബാധിച്ച് അത് ആ ഒരു അനസ്തേഷ്യക്ക് പകരമായിട്ട് ലഹരി കൊടുത്ത് ആ കർത്തവ്യം നിർവഹിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോളൂ, ആ ഓപ്പറേഷൻ നടത്തിക്കൊള്ളൂ എന്ന് പറയാം. അങ്ങനെ അദ്ദേഹം സുജൂദിലേക്ക് വീണപ്പോഴാണ് ചരിത്രത്തിൽ കാണാം, അദ്ദേഹം സുജൂദിലായിരിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ അവരെ നടത്താണ്. അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല. കാരണം അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അല്ലാഹുമായിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം അങ്ങേറ്റം അടുത്തിരിക്കുകയാണ്. പടച്ചവനുമായിട്ട് ഏറ്റവും അടുത്ത സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യം പോലും, അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റിയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ്. നമസ്കാരത്തിന് ശേഷം അദ്ദേഹം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ 2 കാലുകളും 2 കൈകളും നീ എനിക്ക് നൽകി, എന്നിട്ട് അതിന്റെ ഒരു കാലിന്റെ ഒരു ഭാഗം മാത്രമല്ലേ നീ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന, ഹംദ് ചെയ്യുന്ന വരികൾ ചരിത്രത്തിൽ കാണാം. അപ്പോഴാണ് സൂറത്തുൽ മആരിജിൽ അള്ളാഹു പറഞ്ഞ, എത്ര വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ വെപ്രാളപ്പെടാത്ത, മനോനില തെറ്റാത്ത ആളുകളാണ് ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞതിന്റെ ആ പൊരുൾ സത്യത്തിൽ അപ്പോഴും മാത്രമാണ് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത്, സുജൂദിൽ കടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, റുക്കൂവിൽ കടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇനി ഒരു ദിവസം വരാനുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി സൂറത്തുൽ ഖലമിലെ വരികളാണ്. സുജൂദിലേക്ക് ആളുകൾ വിളിക്കപ്പെടും. സുജൂദിലേക്ക് ആളുകൾ വിളിക്കപ്പെടുന്ന സമയത്ത് ചില ആളുകൾക്കന്ന് സുജൂദ് ചെയ്യാൻ കഴിയൂല. സുജൂദ് ചെയ്യാൻ പരലോകത്ത് അള്ളാഹു ക്ഷണിക്കും ചില ആളുകളെ. പക്ഷെ അന്ന് എല്ലാ ആളുകൾക്കും സുജൂദ് ചെയ്യാൻ കഴിയില്ല. അതികഠിനമായിട്ട് അവർ അതിനുവേണ്ടി ശ്രമിക്കും, പക്ഷെ കഴിയൂല. ആ സമയത്ത് അവർക്ക് ഉത്തരം നൽകപ്പെടും. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ ഖാശിയാത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഭയവിഹ്വലായ അവർ നിൽക്കാണ്, കണ്ണുകൾ താഴ്ത്തി അള്ളാഹുവിന്റെ മുന്നിൽ നിന്ദയോടുകൂടി അവർ നിൽക്കും. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, ഭൂമിയിൽ വളരെ സന്തുഷ്ടരായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുജൂദിന് വേണ്ടി നിങ്ങൾ എത്ര പ്രാവശ്യം ക്ഷണിക്കപ്പെട്ടിരുന്നു, അപ്പോഴൊന്നും ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആരും സുജൂദ് ചെയ്യേണ്ടതില്ല എന്ന് അവരോട് പറയപ്പെടും. ആ സമയത്തുള്ള അവരുടെ ആ ഒരു മനോഭാവത്തെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞത്, ഒരാൾക്ക്
നല്ല രൂപത്തിൽ ഖുശൂഅോട് നമസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ ഇങ്ങനെ സങ്കല്പിക്കട്ടെ, അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു. മരണപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ മുന്നിൽ തുലാസിൽ ഇങ്ങനെ കർമ്മങ്ങൾ നോക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യമായിട്ടുള്ള നന്മകൾ അയാളുടെ കണക്ക് പുസ്തകത്തിലില്ല. ആ ഘട്ടത്തിൽ സാധാരണ എന്താണ്, ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. പരലോകത്ത് മരണത്തിനു ശേഷം ഒരിക്കലും തിരികെ വരിക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നമുക്കത് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അയാൾക്ക് ഒരു അവസരം അള്ളാഹു നൽകുകയാണ്. ഒരു പ്രാവശ്യം കൂടി നിനക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കാം. അങ്ങനെ നിനക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ നമസ്കാരം നിർവഹിക്കുക? ആ രൂപത്തിൽ ഓരോ നമസ്കാരവും നിർവഹിക്കണം എന്നാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും നമസ്കാരത്തിന് നമ്മൾ വിലമതിക്കാത്തത് അത് ജീവിതത്തിൽ എന്നും നമുക്ക് നിർവഹിച്ചുകൊണ്ടേയിരിക്കാമല്ലോ എന്നൊരു തെറ്റിദ്ധാരണയാണ്. ഏതെങ്കിലും ഒരു നമസ്കാരം അത് നമ്മുടെ അവസാനത്തെ നമസ്കാരമായിരിക്കും, അത് ഉറപ്പാണ്. മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും ഒരു അവസാനമായിട്ട് നമസ്കാരം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു ദുഹറായിരിക്കും, ചിലപ്പോൾ ഒരു ജുമുഅ ആയിരിക്കും, ചിലപ്പോൾ ഒരു അസറായിരിക്കും, ചിലപ്പോൾ ഒരു ഫജർ ആയിരിക്കും. അത് അവരുടെ അവസാനത്തെ നമസ്കാരമായിരുന്നു എന്ന് പലരും അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഞാൻ രാവിലെ ഫജർ നമസ്കരിക്കുമെന്ന് അറിയാതെയാണ് പല ആളുകളും ഇശാ നമസ്കരിച്ച് കിടന്നുറങ്ങി ആ രാത്രി അള്ളാഹുലേക്ക് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നമസ്കാരം അത് നമ്മുടെ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരവും എന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി ഒരു അവസരം ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടി വിധേയത്വത്തോടുകൂടി നിൽക്കാൻ ഇനി ഒരു അവസരം ഈ ഭൂമിയിൽ എനിക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ ഓരോ നമസ്കാരവും നിർവഹിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സുജൂദിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ സുജൂദിലിരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിന്റെ താളത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുജൂദ് അള്ളാഹുവിന് ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും, സകല മലക്കുകളും, ഈ സർവ്വചരാചരങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മിൻ ദാബത്തിൻ വൽ മലായിക. സർവ്വ സൃഷ്ടികളും സർവ്വ ജന്തുക്കളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശ ഭൂമികളിലുള്ള സകലതും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വന്നുജൂമു വൽ ജിബാൽ. നക്ഷത്രങ്ങളും പർവ്വതങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. വശജറു വദ്ദവാബ്. വൃക്ഷങ്ങളും പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്നല്ല. അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ യതഫയ്യഉ ദിലാലുഹു അനിൽ യമീനി വശമാഇൽ സുജ്ജദൻ ലില്ലാഹ്. അവരുടെ അള്ളാഹുവിന് ആത്മാർത്ഥമായി സുജൂദ് ചെയ്യാൻ കൂട്ടാക്കാത്ത മനുഷ്യരുടെ നിഴലുകൾ പോലും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സൂറത്ത് നഹ്ലിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അവസരമാണ്. ആ അവസരം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുന്നേ തന്നെ പരിപൂർണാർത്ഥത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അതിനുവേണ്ടി കഠിനമായ പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കഠിനമായി അതിനുവേണ്ടി നാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അല്ലദീ യുജാഹിദു നഫ്സഹു. ഒരു വിഭാഗം നമസ്കാരക്കാരെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് അവർ പോരാടുന്നവരാണെന്നാണ്. നമസ്കാരത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. ഇടയ്ക്കിടെ അവരുടെ ചിന്ത പോയിക്കൊണ്ടേയിരിക്കും, പക്ഷെ അവർ കഠിനമായി അവരുടെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വമൻ ജാഹദ ഫീനാ ലനഹ്ദിയന്നഹു സുബുലനാ. നിരന്തരമായിട്ട് നമ്മുടെ നമസ്കാരത്തെ പരിപൂർണമാക്കാൻ, ഇഹ്സാനുള്ളതാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ, അതിനുവേണ്ടി നാം കഠിന പ്രയത്നം നടത്തിക്കൊണ്ടേയിരുന്നാൽ തീർച്ചയായും അള്ളാഹു നേരത്തെ കഴിഞ്ഞ ഖുത്ബകളിൽ നാം കേട്ടതുപോലെ ഏറ്റവും മധുരമുള്ള, ഏറ്റവും രസമുള്ള, അള്ളാഹുമായിട്ട് ലയിച്ചു ചേർന്ന ആ നമസ്കാരക്കാരുടെ നമസ്കാരമായിട്ട് നമ്മുടെ നമസ്കാരത്തെയും മാറ്റിത്തരും. ആസ്വദിക്കാൻ കഴിയുന്ന നമസ്കാരം നമുക്കും സാധ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പരിപൂർണമായ രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നമസ്കാരത്തിലൂടെ ലഭിക്കുന്ന സകല നന്മകൾക്കും അർഹരാക്കി മാറ്റുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ഇബ്രാഹിമി മില്ലത്തിനെ പരിപൂർണാർത്ഥത്തിൽ പിൻപറ്റുന്ന ആളുകളാക്കി അള്ളാഹു നാം ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.